വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ സവാള വഴറ്റി സമയം കളയാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇപ്പോൾ ചിക്കൻ പീസസിലേക്ക് 3 സവാള, 1 തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറി ലീവ്സ്, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി പൗഡറാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ, പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതും 1/2 ടീസ്പൂൺ ആണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂണോളം ഓയിലാണ് കേട്ടോ. ഇതെല്ലാം കൂടി നല്ലതുപോലെ കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 മിനിറ്റോളം മസാലയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ പീസസിലെല്ലാം മസാല നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. 20 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ പീസസ് ഓരോന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവൊക്കെ നോക്കിയതിന് ശേഷം മസാല ഒന്നും കൂടി ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇറച്ചിക്കറിക്കൊക്കെ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗ്രേവി എല്ലാം വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ റോസ്റ്റ്. ഏറ്റവും അവസാനം ഇതിലേക്ക് പച്ചമുളകും കറി ലീവ്സും എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തി പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.